കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം വൈകിട്ട് 3:30 10 മണിക്ക് നിശ്ചയിച്ച യോഗം പ്രതിപക്ഷ നേതാവിന്റെ അസൌകര്യത്തെ തുടർന്നാണ് മാറ്റിയത്. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം ഓൺലൈനായാണ് യോഗം ചേരുന്നത്. വി അരുൺ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അസൌകര്യത്തെ തുടർന്ന് യോഗം മാറ്റിവെച്ച ഒരു സാഹചര്യമുണ്ട്. യോഗത്തിൽ എന്ത് നമ്മൾ പ്രതീക്ഷിക്കണം? എന്തായാലും കേന്ദ്രത്തിന് യോജിച്ച ഒരു പ്രക്ഷോഭത്തിനില്ല എന്ന് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ യോഗത്തിൽ പങ്കെടുക്കുമെന്നും നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. അപ്പോൾ എന്താണ് കാണേണ്ടത്? പ്രതിപക്ഷ നേതാവ് ഇന്നലെ മണിപ്പൂരിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ. ഇന്ന് ഡൽഹിയിൽ അദ്ദേഹം രാവിലെ എത്തിയെങ്കിലും മൂടൽമഞ്ഞ് കാരണം വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. യോഗം മാറ്റിവെച്ചത്. സർക്കാരിന്റെ ആവശ്യം കേന്ദ്രം നിരന്തരം സംസ്ഥാനത്തെ അവഗണിക്കുന്നു, സാമ്പത്തിക അരക്ഷിതാവസ്ഥ സംസ്ഥാനം സൃഷ്ടിക്കുന്നു, അതിൽ യോജിച്ച പോരാട്ടം വേണം. അത് പാർലമെന്റിൽ ഒരുമിച്ച് പോരാടണം, നിവേദനങ്ങളിൽ ഒരുമിച്ച് ഒപ്പിടണം. അതിനപ്പുറത്തേക്ക് ഈ സർക്കാർ ഈ മാസം മുഖ്യമന്ത്രി നേതൃത്വത്തിൽ സമരം നടത്തുന്നുണ്ട് ഡൽഹിയിൽ. അവിടെയും യോജിച്ച പ്രക്ഷോഭം വേണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കും. പക്ഷേ പ്രതിപക്ഷം അത്തരം പ്രക്ഷോഭങ്ങൾക്ക് കൂടെ ഉണ്ടാകില്ല. പകരം പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം പിന്തുണ അറിയിക്കും. അതിനും അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലും ഈ കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം വാങ്ങിയെടുക്കുന്നതിനും സാമ്പത്തിക സഹായം നേടിയെടുക്കുന്നതിനുമൊക്കെ വലിയ വീഴ്ച വരുത്തുമെന്ന ആരോപണം പ്രതിപക്ഷത്തിനുണ്ട്. ആ ആരോപണവും പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും. വൈകിട്ട് 3:30 ഓൺലൈനായാണ് യോഗം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രിയുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്.